പഠിച്ചുകൊണ്ടിരുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിന്റെ എന്തായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? ലൈനിന്റെ ഇക്വേഷൻസ് എഴുതുന്നതാണ്. അപ്പൊ രണ്ട് ടൈപ്പുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനിന്റെയും ഇക്വേഷൻ വരുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് പഠിക്കാനുള്ള ടൈപ്പ് 3. ആ ടൈപ്പ് 3ക്ക് ഒരു പേരുണ്ട്. എന്താണ്? പോയിന്റ് സ്ലോപ്പ് ഫോം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു ലൈൻ തരും നമുക്ക്. ഇത് എക്സ് ആക്സിസും വൈ ആക്സിസും ആണെന്ന് വിചാരിച്ചോ. ഒരു ലൈൻ തരും. ആ ലൈൻ കടന്നു പോകുന്ന ഒരു പോയിന്റ് തരും. ആ പോയിന്റ് നമുക്ക് വേണമെങ്കിൽ x1 y1 എന്ന് വിളിക്കാം. ഇനി ഈ ലൈനിന്റെ സ്ലോപ്പ് കൂടി തരും. എന്താണ്? സ്ലോപ്പ് m. അപ്പൊ ഒരു ലൈനിന്റെ പോയിന്റും സ്ലോപ്പും തന്നാൽ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് അതിന്റെ പേര് പറയുന്നത്. എന്താണ്? പോയിന്റ് സ്ലോപ്പ് ഫോം. പോയിന്റും സ്ലോപ്പും തന്നാൽ എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കും? ഇവിടെ ഭയങ്കര എളുപ്പമാണ്. സിമ്പിൾ പരിപാടി. നോക്കി, പോയിന്റ് സ്ലോപ്പ് ഫോം എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റും ഒരു സ്ലോപ്പും തന്നു കഴിഞ്ഞാൽ ആ ലൈൻ കടന്നു പോകുന്ന ഒരു പോയിന്റും ആ ലൈനിന്റെ സ്ലോപ്പും നമുക്ക് അറിയാമെങ്കിൽ ആ ലൈനിന്റെ ഇക്വേഷൻ എഴുതേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. ഈ m എന്ന് പറഞ്ഞാൽ എന്താ? m എന്ന് പറഞ്ഞാലാണ് എന്ത്? സ്ലോപ്പ്. ഈ ഇക്വേഷൻ വെച്ചാണ് പോയിന്റ് സ്ലോപ്പ് ഫോമില് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ നോക്കിയേ, ഇതിന്റെ y വന്നിട്ടുണ്ട്, y1 വന്നിട്ടുണ്ട്, x വന്നിട്ടുണ്ട്, x1 വന്നിട്ടുണ്ട്. ഇതിന്റെ അകത്ത് ഈ y1ഉം x1ഉം ആണ് നമ്മുടെ പോയിന്റ്, തന്നിട്ടുള്ള പോയിന്റ്. ഈ എക്സും വൈയും എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എഴുതുമ്പോൾ അതിന്റെ എക്സും വൈ ഒക്കെ വരികയല്ലേ? ആ എക്സും വൈയും ആണ്. അതിനുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കരുത്. x1ഉം y1ഉം ആണ് നമ്മുടെ കടന്നു പോകുന്ന പോയിന്റ്. ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ ചെയ്യും. എന്തെന്ന് നോക്കിയടാ, ഒരു ലൈൻ, ആ ലൈൻ കടന്നു പോയിട്ടുള്ള ഒരു പോയിന്റ് 2, 3 ആണെന്ന് ഞാൻ പറഞ്ഞു. ആ ലൈനിന്റെ സ്ലോപ്പ് 5 ആണെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ ഭയങ്കര സിമ്പിൾ ആണ്. നോക്കൂ, ഇക്വേഷൻ എന്താണ്? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. എന്ത് ചെയ്യണം? ഇട്ട് കൊടുക്കണം. ഇതിന്റെ അകത്ത് y1ഉം x1ഉം ആണ് നമ്മുടെ പോയിന്റ്. അപ്പൊ ഇതിന് പേര് കൊടുക്കാം അല്ലെ? x1 y1. സ്ലോപ്പിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? m എന്ന്. അപ്പൊ എല്ലാം കിട്ടി. y അതുപോലെ തന്നെ എഴുതി, മൈനസ് y1 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള y1 അത് എഴുതിക്കോളാം കേട്ടല്ലോ. അപ്പൊ എത്രയാണ്? 3 ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. സ്ലോപ്പ് എത്രയാണ്? 5 ഇൻറ്റു എക്സ് ഇട്ട് കൊടുത്ത് എക്സ് മൈനസ് x1 എത്രയാണ്? x1 കിടക്കുന്നത് എത്രയാണ്? 2. ഇനി ഒന്നുമില്ലടാ, ഇനി ഈ 5 ഉള്ളിലേക്ക് കൊടുത്താൽ മതി. ഇത് y മൈനസ് 3 ഈക്വൽ ടു 5 ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ 5 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 5x മൈനസ് 5 ഇൻറ്റു 2 എത്രയാണ്? 10. ഇനി ഈ സാധനങ്ങളെല്ലാം കൂടി പെറുക്കി ഒരു സൈഡിലേക്ക് ആക്കുവാണ് നമ്മൾ. അപ്പൊ നോക്കി, y മൈനസ് 3 ഇവിടെ ഉണ്ട്. ഈ 5x ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 5x, ഈ മൈനസ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 10 ഈക്വൽ ടു 0 എന്ന് എഴുതി. അപ്പൊ എന്ത് വന്നു? y അതുപോലെ തന്നെ എഴുതി, y മൈനസ് 5x ഞാൻ അടുത്തതായിട്ട് എഴുതി മൈനസ് 5x. ഇവിടെ ഒരു മൈനസ് 3 ഉണ്ട്, പ്ലസ് 10 ഉണ്ട്. ആൻസർ എത്ര വരും? മൈനസ് 3 പ്ലസ് 10 പ്ലസ് 7 എന്ന് വരൂലേ? അപ്പൊ പ്ലസ് 7 ഈക്വൽ ടു 0. അപ്പൊ ഇങ്ങനെയാണ് പോയിന്റ് സ്ലോപ്പ് ഫോമില് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ പേരെന്താണ്? പോയിന്റ് സ്ലോപ്പ് ഫോം. നമുക്കൊരു പോയിന്റും തരും, അത് കടന്നു പോകുന്ന സ്ലോപ്പും തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ്, x1 y1 എന്ന് പറഞ്ഞാൽ നമ്മുടെ കടന്നു പോകുന്ന പോയിന്റ്. ഭയങ്കര എളുപ്പമല്ലടാ. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത്രൂ എടാ. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിക്കടാ, ഭയങ്കര സിമ്പിൾ ആണ്. ഇത് നോക്കിയേ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 1, 2 ആൻഡ് ദ സ്ലോപ്പ് ഈസ് ഗിവൺ ബൈ 3. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇക്വേഷൻ ഓഫ് എ ലൈൻ. ആ ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ആ ലൈൻ കടന്നു പോയിട്ടുള്ള പോയിന്റ് നമുക്കറിയാം. എത്രയാണ്? 1, 2. ആ ലൈനിന്റെ സ്ലോപ്പും നമുക്കറിയാം. എത്രയാണ്? 3. അപ്പൊ പോയിന്റും സ്ലോപ്പും തന്നു കഴിഞ്ഞാൽ ഏത് വെച്ച് ചെയ്യണം? പോയിന്റ് സ്ലോപ്പ് ഫോം വെച്ച് ചെയ്യണം. പോയിന്റ് സ്ലോപ്പ് ഫോമിന്റെ ഇക്വേഷൻ എന്താണ്? നമ്മളിപ്പോ കാണാതെ പഠിപ്പിച്ചത് എന്താണ്? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1. m ആണ് അവർ തന്നിരിക്കുന്നത്. x1 y1 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് കേട്ടാ, അത് ഇട്ട് കൊടുത്തോളാം ആദ്യം തന്നെ. എന്നിട്ട് വേണം നോക്കി എഴുതാൻ, തെറ്റിച്ച് കളയരുത്. x1 y1 ഇനി ഓരോന്ന് പെറുക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതേ നോക്കി, y മൈനസ് y1 എത്രയാണ്? 2 ഈക്വൽ ടു m എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എത്രയാണ്? 3 ഇൻറ്റു എക്സ് മൈനസ് x1 എത്രയാണ്? 1 ഇട്ട് കൊടുക്കുക. ഇനി ആ 3 ഉള്ളിലേക്ക് കൊടുക്കുക. അപ്പൊ നോക്കിയാൽ y മൈനസ് 2 ഈക്വൽ ടു
3 ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ 3 ഇൻറ്റു എക്സ് 3x മൈനസ് 3 ഇൻറ്റു 1 3. ഇനി ഇതെല്ലാം പിറകെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. y മൈനസ് 2 മൈനസ് 3x, ഈ മൈനസ് 3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 3 ഈക്വൽ ടു 0. y ഞാൻ അതുപോലെ എഴുതി. അടുത്തത് എക്സ് മൈനസ് 3x അതുപോലെ എഴുതി. നോക്കിയേ മൈനസ് 2ഉം പ്ലസ് 3യും എത്ര വരും? മൈനസ് 2 പ്ലസ് 3 ആൻസർ എത്ര വരും? പ്ലസ് 1 അല്ലെ? അപ്പൊ പ്ലസ് 1 ഈക്വൽ ടു 0. ഇതാണ് എന്ത്? ആ ലൈനിന്റെ ഇക്വേഷൻ. ഭയങ്കര എളുപ്പമല്ലടാ, ഇത്ര ഉള്ളടാ. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം, ദേ ശ്രദ്ധിച്ചു. അപ്പൊ നോക്കിയോ, അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം, അതുകൊണ്ടാണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്. ഒരു പോയിന്റ് തന്നിട്ടുണ്ട് നമുക്ക്, ആൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഈസ് ഗിവൺ ബൈ 2/3 അല്ലെ? സിമ്പിൾ പരിപാടി. നമുക്കൊരു ലൈൻ തന്നിട്ടുണ്ട്, ആ ലൈൻ കടന്നു പോയിട്ടുള്ള ഒരു പോയിന്റ് ഏതാണ്? -3 5. സ്ലോപ്പ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? സ്ലോപ്പ് m ഈക്വൽ ടു 2/3. അപ്പൊ ഏത് ഫോമാണ്? ഒരു പോയിന്റും സ്ലോപ്പും തന്നിട്ടുണ്ട്. അപ്പൊ ഏത് ഫോമിൽ ചെയ്യണം? പോയിന്റ് സ്ലോപ്പ് ഫോമിൽ ചെയ്യണം. ഇങ്ങനെയൊന്നും എഴുതി വെക്കണ്ട, പക്ഷെ നിങ്ങൾക്ക് ഇത് പേര് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ പിന്നെയും പിന്നെ ഇത് പറഞ്ഞിട്ടിരിക്കുന്നത്. ആ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 അല്ലെ? ഇതിനകത്ത് നമ്മുടെ പോയിന്റിന് പേര് കൊടുക്കേണ്ടതാണ് x1 y1, സ്ലോപ്പ് m. ഇനി എടുത്തിട്ട് കൊടുക്കുക y മൈനസ് y1 എത്രയാണ്? ഇതേ എടുക്കുന്നത് 5 ഈക്വൽ ടു m എത്രയാണ്? 2/3 ബൈ എക്സ് മൈനസ്, ശ്രദ്ധിച്ച് x1 ഏതാണ്? -3. അപ്പൊ ഇവിടെ -3 ഇട്ട് കൊടുക്കുക. ഇവിടെ നോക്ക് y മൈനസ് 5 ഈക്വൽ ടു 2/3 ഇൻറ്റു എക്സ്. ഈ മൈനസും മൈനസും കൂടി ചേരുമ്പോൾ എത്ര ആവും? പ്ലസ് ആവും. ഇട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക? സിമ്പിൾ പരിപാടി. ഇനി നേരത്തെ ചെയ്ത പോലെ ഇത് ഉള്ളിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ്, എടാ ഇവിടെ 2/3 എന്ന് കിടക്കുന്നത് കാരണം ഈ 2/3 തന്നെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ഇവിടെ 3 താഴെ കിടക്കല്ലേ, ഈ താഴെ 3 ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, അത് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ 3 ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. നോക്കിയേ 3 ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. y മൈനസ് 5. നോക്കിയേ 3 ഇവിടെ കൊണ്ടുവരിക, ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്തു. ഈക്വൽ ടു അവിടെ എന്തുണ്ട് ബാക്കി? 2 ഉണ്ട്, എക്സ് പ്ലസ് 3 ഉണ്ട്. മനസ്സിലായല്ലോ? ഈ 3 നേരെ സമത്തിന്റെ ഇപ്പുറത്തേക്ക് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ 3 ഇൻറ്റു ഈ സാധനം. ഇനി എന്ത് ചെയ്യുക? ഇത് ഉള്ളിലേക്ക് കൊടുക്കുക. 3 കൊണ്ട് ഇതിനെ രണ്ടിനെയും, 2 കൊണ്ട് ഇതിനെ രണ്ടിനെയും. അപ്പൊ 3 ഇൻറ്റു y എത്രയാണ്? 3y മൈനസ് 3 ഇൻറ്റു 5 എത്രയാണ്? 15 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് എത്രയാണ്? 2x പ്ലസ് 2 ഇൻറ്റു 3 എത്രയാണ്? 6. ഇതെല്ലാം പിറകെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. 3y മൈനസ് 15 മൈനസ് 2x മൈനസ് 6 ഈക്വൽ ടു 0. 3y ഞാൻ ആദ്യം എഴുതി, മൈനസ് 2x രണ്ടാമത് എഴുതി. അടുത്ത് നോക്കിയാൽ -15 ഉണ്ട്, -6 ഉണ്ട്, രണ്ടും കൂടി കൂട്ടി -21. അപ്പൊ -21 ഈക്വൽ ടു 0. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇതാണ് ഒരു പോയിന്റും സ്ലോപ്പും തന്നിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ ചെയ്യേണ്ട മെത്തേഡ്. ഏതാണ്? പോയിന്റ് സ്ലോപ്പ്. ഭയങ്കര എളുപ്പമല്ലടാ, ഇത്രേ ഉള്ളൂ. അപ്പൊ ബാക്കി ഇക്വേഷൻ അടുത്ത വീഡിയോയിൽ.